ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വീണ വന്നിട്ട് ഒരു തീരുമാനം പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങാം. പിന്നെ അതല്ലേ അതിന്റെ ഒരു സന്തോഷം. 50 ലക്ഷം രൂപയാണേ, ഇത്തിരി വിയർത്ത കാശാണ്. മോന് അവിടെ നല്ലൊരു മുറിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ആദിക്കുട്ടന് എന്തോരം നല്ല കളിപ്പാട്ടങ്ങളാ വാങ്ങിവെച്ചിരിക്കുന്നറിയോ? ഇനി മുതൽ മോൻ അപ്പൂപ്പന്റെ അമ്മമ്മയുടെയും കൂടെയല്ലേ? അവന് നിത്യയാണ് എല്ലാം. തോന്നി കുട്ടികൾക്ക് ഒരാളോട് അടുപ്പം തോന്നിയാല് അവരോട് ഒട്ടി അങ്ങ് നിൽക്കും. அல்ல இதுவரைக்கும் பேசியாச்சு, முகூர்த்தம் கூட பார்த்தாச்சு. இனி வந்து ஏதாவது சாப்பிடலாமே? ശരവണന് സൽക്കരിക്കാൻ അങ്ങ് ധൃതിയായി നിൽക്കുക. ஆமா சார். എന്താ പിന്നെ അതങ്ങ് ആയിക്കളെ. എന്താ രഘു, അപ്പൊ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുകയാണ്. ഇനി നമുക്കങ്ങ് ഒത്തുപോകാടൂ. ആ ആയിക്കോട്ടെ. പോടാ. ആരാ? ഇത് വീണയുടെ വീടല്ലേ? ആ അതെ, നിങ്ങളാരാ? ഞാൻ വീണയുടെ അമ്മാവന്റെ മോനെ. അമ്മാവന്റെ മകനെന്ന് പറയുമ്പോ വീണയെ കല്യാണം കഴിച്ച ആളാണോ? അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞാനൊരു പാവപ്പെട്ട പ്രൊഡ്യൂസറാ, പേര് ജഗന്നാഥൻ. ഞാനും വീണയും തമ്മില് ചെറിയൊരു ഇടപാടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ 1-2 കാര്യങ്ങൾ സംസാരിക്കാൻ വന്നവരവാ. ക്ഷമിക്കണം, വീണയുടെ പ്രൊഫഷനുമായിട്ട് വരുന്ന ഒരു കാര്യവും ഈ വീട്ടിനകത്തേക്ക് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് കൊള്ളാലോ. എന്നാ പിന്നെ ഈ വീട്ടിനകത്തേക്ക് കയറിയിട്ടെന്നെ കാര്യം എന്താടാ? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് മര്യാദയില്ലേ? ഞാൻ ഇത്തിരി മര്യാദ പറഞ്ഞ കൂട്ടത്തിലാ. അത് വീണ വരുമ്പോ തനിക്ക് മനസ്സിലാവും. നിങ്ങൾ ആദ്യം പുറത്തിറങ്ങിക്കേ. വീണയായിട്ട് എന്തോ ഇടപാടുള്ള ആളാ തോന്നി. അത് ഇവിടെ സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ബലമായിട്ട് വന്നിരിക്കുക. അയ്യേ സാറേ, അതെന്ത് മര്യാദയാ? ഇവനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് കയറിയിരിക്കണ എന്തിനാ? നിങ്ങളാരാ? ഞാനോ? ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ വീണയുടെ ഒരു അച്ഛനായിട്ട് വരും. ഓ, അത് കൊള്ളാം. അച്ഛന്മാരാകുമ്പോ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അന്വേഷിക്കണം. ഉവ്വ. എന്തായാലും കാര്യങ്ങൾ കുറച്ച് ചുരുക്കി ഞാൻ പറയാം. വീണ എന്റെ കയ്യിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട്. അതിനാവശ്യമുള്ള പത്രങ്ങൾ മറ്റും എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ പത്രങ്ങൾ വിറ്റ കാശ് കിട്ടില്ലല്ലോ സാറേ. ഞാനത് തിരിച്ചു ചോദിക്കാൻ വന്നതാ. അയ്യോ, അതിന് അവളിവിടെ ഇല്ലല്ലോ അല്ലേ? അവളിവിടെ ഇല്ല. വരുമല്ലോ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എനിക്കതൊരു ബുദ്ധിമുട്ടല്ല. എന്റെ കാശ് വാങ്ങിയിട്ട് അവൾ മുങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലായി. എപ്പോ വിളിച്ചാലും അവൾ പലയിടങ്ങളും പറയും. കുറച്ച് ബുദ്ധിമുട്ടിയാ ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ച്. വന്ന നിലയ്ക്ക്
ഇവിടെ എവിടെങ്കിലും അങ്ങ് കൂടാന്ന് വിചാരിച്ചു. അതെ, നിങ്ങൾ ആരാണെങ്കിലും ശരി, ഈ വീടിനകത്ത് ഒരു അഭിപ്രായം പറയേണ്ടത് ഞാനോ അല്ലെങ്കിൽ പിന്നെ ഇവനോ ആണ്. നിങ്ങള് ദൈവത്തെ ഓർത്തൊന്ന് പോകാൻ നോക്ക്. തൽക്കാലം എനിക്ക് വീണയെ കാണണം. എന്റെ പണത്തിന്റെ കാര്യം സംസാരിക്കണം. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോ കാണാൻ പറ്റില്ല, കാത്തിരിക്കുന്നത് ബുദ്ധിമുട്ടാവുന്നൊക്കെ പറഞ്ഞാ അല്പം മുഷിച്ചലാവേ. എനിക്ക് ഈ കുടുംബത്തിന്റെ അഭിമാനം എന്നൊക്കെ പറയുന്നവരെ കണ്ടേ കൂടാത്തതാ. അതിപ്പോ ആളെ കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇല്ലയോടാ. പെങ്കൊച്ചു വന്ന് കാര്യം സംസാരിക്കാതെ ഞാനിവിടുന്ന് ഇറങ്ങില്ല. എന്താ അമ്മാവ വേണ്ടത്? ഇനിയിപ്പോ ആള് വരട്ടെ, അതിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? 50 ലക്ഷം. അത് കറക്റ്റ്. വീണ വന്നിട്ട് ഒരു തീരുമാനം പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാം. പിന്നെ അതല്ലേ അതിന്റെ ഒരു സന്തോഷം. 50 ലക്ഷം രൂപയാണേ, ഇത്തിരി വിയർത്ത കാശാണ്. അപ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഏത് കാശ് കിട്ടേണ്ട കാര്യമായതുകൊണ്ടല്ലേ. പാവം. അമ്മ എന്താ അവരോട് ഒന്നും പറയാണ്ടിരുന്ന? അമ്മക്ക് പറയുന്നില്ല എന്റെ മോനെ വിടില്ലെന്ന്? മോനെ, ഞാൻ പോവില്ല. ആര് പറഞ്ഞാലും ഞാൻ പോവില്ല. അമ്മേണ്ടത് വാക്ക് പറഞ്ഞല്ലേ ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടാവുന്നു. അവരെങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മ പിന്നീട് അവരോട് സംസാരിച്ചോളാം. വേണ്ട, ഇപ്പൊ തന്നെ പറ. ഇപ്പൊ അവര് പോയില്ലേ മോനെ? അതിനെന്താ, തിരിച്ചു വരാൻ പറ. എന്നെ വിട്ട് കൊടുക്കല്ലേ അമ്മ. ആദിക്കുണ്ണ വിട്ട് കൊടുക്കില്ലെന്ന് പറ അമ്മ. ഇല്ല, അമ്മ ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല. അമ്മയുടെ അടുത്തുനിന്ന് മോനെ ആരും കൊണ്ടുപോവില്ല. അന്ന് അമ്മ ഇപ്പൊ എന്റെ കൂടെ വാ, എന്നിട്ടേ അപ്പൂപ്പനടുത്തും അമ്മൂമ്മനടുത്തും പറ. വാ അമ്മേ.